അനന്തൻ ചാലിയാറിന്റെ ആ കീറിമുറിച്ച ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളും അതിന്റെ ശേഷിപ്പ് നമ്മെ അത്യന്തം ദുഃഖിപ്പിക്കുന്നു. അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സമയം ഒരുപാട് കവർന്നേക്കാം ഈ മരക്കഷ്ണങ്ങളൊക്കെ നീക്കുക എന്നത്, അല്ലേ? പ്രജീഷ്, ഇത് പറയാനുള്ള ഭാഷ എനിക്ക് വശമില്ല. കാരണം ഞാനിപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ കിടക്കുന്നിടത്ത് പോയി നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ ഈ അവശിഷ്ടങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞു ചെരുപ്പുകൾ എത്ര എണ്ണമാണെന്നോ ഇവിടെ കിടക്കുന്നത് അനാഥമായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ മാല, വള, അതുപോലെ കുഞ്ഞു കുട്ടികളുടെ പുസ്തകം. നേരത്തെ നമ്മളോട് ഒരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞത് അയാളുടെ കുട്ടിയുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന കളർ പെൻസിലും കളർ ബുക്കും ചിത്രം വരച്ച പുസ്തകവുമൊക്കെ അവിടെ ഇങ്ങനെ ചെളിപുരണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ രക്ഷാപ്രവർത്തകരും ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ഈ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. അവർ ഓരോ സ്ഥലത്ത് മാറുമ്പോഴും, ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ 3 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. അതിലൊരു 8 വയസ്സുകാരിയുടേതുണ്ട്, 1 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റേതുണ്ട്, മുതിർന്നവരുടേതുമുണ്ട്. ഇനിയും ഇതിനകത്ത് ഇവർ പറയുന്നത് ഈ ഒരു പ്രദേശത്തെ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട്. കാരണം ഇത് ഈ പുഴയുടെ കുറച്ചുകൂടി ഡൗൺ ഭാഗമാണ്. കാരണം മുകളിൽ നിന്ന് ഉള്ള വീടുകളും കൃഷിയിടങ്ങളുമൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഈ പുഴ ഒഴുകിയെത്തിയുകയും ഇവിടെ ഒരു വളവാണ് പുഴയ്ക്ക്. ആ വളവിൻ്റെ ഭാഗത്ത് ഇത് മുഴുവൻ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. കാരണം മുകളിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വീടുകളിൽ അകപ്പെട്ടവരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഈ കുത്തി ഒലിച്ചു പോകുന്ന, അതായത് ഈ ചൂരൽമല ടൗൺ, ആ ടൗണിൻ്റെ കാഴ്ച ഇപ്പോൾ പറയാത്തതാണ് ഭേദം. കാരണം എല്ലാ കടകളും നശിച്ചുപോയി. ഒരു നല്ല ടൗണായിരുന്നു, അവിടുത്തെ എല്ലാ കടകളും നശിച്ചുപോയി. അപ്പോൾ അവിടെ നിന്നുള്ള മനുഷ്യരൊക്കെ ആ ഒഴുക്കിൽപ്പെട്ടെത്തിയിരിക്കുന്നത് ഈ കൂമ്പാരത്തിലേക്കാണ്. അപ്പോൾ ഈ കൂമ്പാരം കേന്ദ്രീകരിച്ച് വിപുലമായ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയേ മതിയാകൂ. പക്ഷേ ദൗർഭാഗ്യകരം, ഒരു സംവിധാനവും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഇനി അത് ഇപ്പോൾ ഒരു JCB കൊണ്ടുവന്നിട്ടുണ്ട്. ആ JCB കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണിപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ ഇനിയും ഈ JCB കൊണ്ട് നടക്കുമോ? JCB കൊണ്ട് നടക്കും പണി. പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല ശരിക്കും. അതാണ് കൂടുതൽ ഇത് പറഞ്ഞത്. JCB മാത്രം പോരാ, അതിൻ്റെ കൂടെ ആളുകളും ഒപ്പം നിന്നാൽ മാത്രമേ നമുക്കൊരു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ബോഡി എല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. അതിനു മുമ്പ് ഈ എന്താ പേരെന്താ? ടിൻഡോ ജോർജ്. ഞങ്ങൾ ഔദ്യോഗിക ആളുകളാണ്. ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ വെട്ടുകത്തിയുമായിട്ടാണ് രക്ഷാപ്രവർത്തനം. വലിയ വീതിയുള്ള തടികൾ, ആ ശിഖരങ്ങൾ, ഇതൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുമ്പോൾ ഈ വെട്ടുകത്തി വെച്ച് വെട്ടി മാറ്റി എത്ര നേരത്തെ അധ്വാനം വേണം. അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വടികൾ, ഊന്നുവടികൾ, ആ വടികളൊക്കെ വെച്ചിട്ടാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്നത് ഇവിടെ കിടക്കുന്നതിനും വലിയ മരങ്ങൾ ആ പുഴയിലൂടെ ഒഴുകി വന്ന് അവിടെ കൂമ്പാരം കൂടി കിടപ്പുണ്ട്. അതും മാറ്റിയാൽ മാത്രമേ ആ മറുവശത്തുള്ള വീടുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ആ വീടുകളിൽ എത്തിയാൽ മാത്രമേ അവിടെ മനുഷ്യരുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയുള്ളൂ, അല്ലേ? മനുഷ്യരുണ്ട് മാത്രമല്ല, മനുഷ്യർ ഇത് ചെളി പൂണ്ട് കിടക്കുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആളുകൾ ഒപ്പം നിൽക്കണം. ഇത് നാട്ടുകാരായ ഇന്നലെ തന്നെ നമ്മൾ ബോഡി എടുക്കുന്ന സമയത്ത് ബോഡിയിലൊക്കെ നമ്മൾ അറിയാണ്ട് ചവിട്ടിപ്പോവുകയൊക്കെ ചെയ്തു. കാരണം ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത് മരമാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ ആളുകളും വേണം. ഇതേമാതിരി കൂടുതൽ വണ്ടികൾ വരണം, കൂടുതൽ സജ്ജീകരണങ്ങൾ വരണം, മെഷീൻ പാളുകൾ വരണം, എല്ലാ സംവിധാനങ്ങളും വരണം. എല്ലാ സംവിധാനങ്ങളും ഇവിടെ പുറത്തുണ്ട്. അതെല്ലാം ഒന്ന് ഇവിടേക്ക് ഒന്ന് ഏകോപിപ്പിച്ച് കൊണ്ടുവന്നാൽ മതി. അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ സ്പീഡുകളിൽ കാര്യങ്ങൾ നടക്കും. എത്രയോ ആളുകൾ എനിക്ക് തോന്നുന്നു ബന്ധപ്പെട്ടവരും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ബോഡി കിട്ടാത്ത ബോഡികൾക്കും വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പീഡപ്പനായിട്ട് നടന്നിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസമാവുമെന്നാണ് എനിക്ക് കരുതുന്നത്. എല്ലാ ബോഡികളും വന്ന് അടിഞ്ഞു കൂടിയേക്കുന്ന ഈ ഒരു ഭാഗത്താണ്. കാരണം ഇന്നലെ ഞങ്ങൾ മേലെ ഈ മരത്തിന്റെ മേലെ നിന്ന് മാത്രമാണ് ഒരു 26ഓളം ബോഡി ഞങ്ങൾ മേലെ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ അടിക്കടി മാറി. ഇപ്പൊ കുറച്ചു നേരം ഞങ്ങൾ വരുമ്പോൾ ഇവിടെ പെരുമഴയായിരുന്നു. പെട്ടെന്ന് ഇവിടെ മഴ മാറി, ഇതാ ഇപ്പൊ വീണ്ടും മഴ പെയ്യുന്നു, ഇരച്ചൂട്ട് പെയ്യുക. ഇത് തടസ്സമാകുമോ ഇതിന്, രക്ഷാപ്രവർത്തനത്തിന്? ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. ഞങ്ങൾ മഴ ഞങ്ങൾക്ക് വിഷയമല്ല.
പക്ഷേ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ സമയം മെനക്കെടുത്തരുത്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണിച്ചാലേ ആർക്കും അറിയാം, 10-12 അടിയിൽ താഴെയുണ്ട് സാധനങ്ങൾ കിടക്കുന്നു. ഒരു സൈഡ് തൊട്ട് വൃത്തിയാക്കി പോയാലേ കിട്ടുള്ളൂ. അവിടുന്നാണ് ആ ബോഡി കിട്ടിയത്, ഇവിടുന്നാണ് കുട്ടീൻ്റെ ബോഡി കിട്ടിയത്. ശരി, അനന്തനാണ് വിവരങ്ങൾ നൽകിയത്.